നല്ല ഹിറ്റുകൾ നൽകിയ ഒരു വ്യക്തിയാണ്. നല്ല ഹിറ്റുകൾ നൽകിയ അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒപ്പം വേറൊരു സിനിമ സംവിധാനത്തിൽ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിലും അഭിനയിക്കുന്നു. 2 എക്സ്പീരിയൻസ് ആണ്. അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിച്ചു, ഇപ്പം മകൻ്റെ സ്ക്രിപ്റ്റിൽ. അപ്പോൾ ജനറേഷനാണ് ഞാൻ ആലോചിക്കുന്നത് ഭവിച്ചേട്ടൻ്റെ ആ എക്സ്പീരിയൻസ്. അച്ഛൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും മകൻ്റെ കൂടെ അഭിനയിച്ചപ്പോഴും അച്ഛൻ്റെ സ്ക്രിപ്റ്റ് മകൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ടറും എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? അത് അച്ഛനോട് അഭിനയിച്ചിട്ട് ഏറ്റവും കൂടുതൽ ഉപ്പുള്ള പ്രദേശം സിനിമയാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും ആൾക്കാർ മനസ്സിലാക്കാണ്ടിരിക്കുന്നത്. അത് ഒരുപാട് സിനിമകളുണ്ട്, കമ്പോളം, പല സിനിമകളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഈ ജനറേഷൻ ഗ്യാപ്പ് എനിക്കൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് ആൾക്കാരോട് സംസാരിക്കും, ഒരുപാട് ആൾക്കാരോട് ഇൻറ്ററാക്ട് ചെയ്യും. പിന്നെ നമ്മൾ ലോകം കണ്ടു തന്നെ ഇരിക്കുകയാണ്. നമ്മളൊരു ജനറേഷൻ കഴിഞ്ഞിട്ട് ഉറങ്ങുന്നില്ല. അപ്പോൾ ഇത് കണ്ട് നമ്മൾ വീണ്ടും മനസ്സിലാക്കി പുതിയ ജനറേഷനാണ്, പഴയ ജനറേഷനാണെങ്കിൽ ഏത് ജനറേഷനാണെങ്കിലും എനിക്ക് തോന്നുന്നത് മനുഷ്യൻ്റെ സൈക്കോളജി എന്ന് പറയുന്നത് അവൻ എപ്പോഴും അവൻ്റെ മനസ്സിൽ സെൻറ്റിമെൻറ്റ്സും സ്നേഹവും വാത്സല്യവും വെറുപ്പവും വിദ്വേഷവും ഒരുപാട് അസൂയയും എല്ലാ നല്ല ഗുണങ്ങളും മോശങ്ങളും ഉണ്ടാവും. അത് ഏത് തലമുറയിലും അതുണ്ടാവും. അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു 10, 200, 300 വർഷം കഴിയുമ്പോൾ റോബോട്ടായിരുന്നു, വിതൗട്ട് എനി ഫീലിങ്സ്. ഐ ഡോണ്ട് ബിലീവ് ഇൻ ജനറേഷൻ ഗ്യാപ്പ്. എനിക്കത് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത് ഈ പിന്നെ ടീമൊക്കെ ആണെങ്കിലും അതുപോലെ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ പല ഡയറക്ടേഴ്സും തമിഴിലും തെലുങ്കിലും കന്നഡത്തിലും മലയാളത്തിലുമൊക്കെ നമ്മുടെ സിനിമ കണ്ട് വളർന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, റെസ്പെക്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് വലിയൊരു ഭാഗ്യമല്ലേ, അച്ഛൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, വീണ്ടും മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കുക, ഇനി ജീവൻ്റെ മകൻ്റെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുമെന്ന് വിചാരിക്കില്ല. നമുക്ക് മനസ്സിൽ വരുന്ന ഒരു ആക്ഷൻ ഫിഗറാണ്, ഒരു ആക്ഷൻ നായകൻ എന്നുള്ള ലെവലിൽ. അപ്പം ഇന്ന് മലയാള സിനിമയിൽ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺ ഉണ്ടല്ലോ. അപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്ക ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗമാണ് ചെയ്യുന്നത്. ഈ സിനിമയിലും പ്രത്യേകിച്ച് കയ്യെടുക്കുന്ന ഒരുപാട് രംഗങ്ങളുണ്ടല്ലോ. ചേട്ടൻ പെർസ്പെക്റ്റീവ് നോക്കുക എങ്ങനെയുണ്ട് ആ ഒരു ആക്ഷൻ, മമ്മൂക്കൻ്റെ ഒരു ആക്ഷൻ? വളരെ നന്നായിട്ടുണ്ട്. കാരണം മമ്മൂക്കയുടെ ഒരു സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈൽ അത് ഓരോ ആർട്ടിസ്റ്റും അത് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ്. ആ സ്റ്റൈൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ആ ആർട്ടിസ്റ്റിൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൈ കിട്ടുന്നത്. മമ്മൂക്ക വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്ത സംഭവങ്ങളൊക്കെ. അതുപോലെ ഈ ഒരു ഇത്രയും നാൾ കഴിഞ്ഞിട്ടും അത് കീപ്പപ്പ് ചെയ്യുന്ന ഒരു സംഭവം വളരെ അത്ഭുതാവുകയാണ്. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ്, അത്രയും ഇത് ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു. ചേട്ടൻ ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കുക, അത്ര ഇന്റൻസിറ്റി അല്ലെങ്കിൽ അത്ര ഒരു പാറ്റേൺ വേണം എന്ന് കരുതുന്നുണ്ട്? അതിപ്പം ഓരോ ഫിലിം മേക്കേഴ്സിന് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില സിനിമ 2 ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോലും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസൻറ്റ് ചെയ്യും. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഒരു സിനിമ പുറത്തു കൊണ്ടു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാവുന്ന ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് വേണ്ടി വേറെ ബോഡീസൊക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ്, ഈ സിനിമ ഞാൻ കാണണം അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണം എന്നുള്ളൊരു ചോയ്സ്. അതും ഓരോ റേറ്റിംഗ് ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നു പോയി, വേറൊരു ജീപ്പ് വീണ്, ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറേ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിൽ നിന്ന് യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു. എൻ്റെ സിനിമകൾ കണ്ടറിയാം, ചന്താക്കടലൊക്കെ ചെഞ്ഞ് ഒരിടി കൊണ്ട് അവർ പുറത്ത് ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതെനിക്കൊരു ഇതായിട്ട് തോന്നുന്നു. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പോൾ റേറ്റിനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവറൊക്കെ ആണെങ്കിൽ ഓക്കെ. മമ്മൂക്കയോടൊപ്പം ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഇപ്പോഴും തുടർക്കാരെന്നുള്ള രീതി തന്നെയാണ്. എങ്ങനെ മമ്മൂക്കയോടൊപ്പമുള്ള എക്സ്പീരിയൻസ് ഇത്രയും വർഷത്തെ പുതിയ പ്രവർത്തകരെന്നുള്ള രീതി തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾക്ക് പുതിയ പോകുന്നതിന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായി കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയി.